ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അയച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്തായാലും ഗിയർ ബോക്സ് ഫുള്ള് അയച്ച് താഴെ ഇറക്കും എന്നാണ് 3 പേര് ഇതേപ്പുറത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. ഹൗസിങ് എന്ന് പറയുന്ന സാധനം കേട്ടോ. എന്താ പ്രൊജക്ടർ ടൈപ്പ് അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ ഗ്രില്ല് ഫിറ്റിങ് കഴിഞ്ഞു. ഇനി ബമ്പറാണ് കേട്ടോ. എന്തോ ഒരു ലുക്ക് നോക്കിയ വണ്ടിയുടെ അടിപൊളിയായിട്ടുണ്ട്. ആ ടയറൊക്കെ പുത്തൻ ടയറുകൾ എത്ര എണ്ണം നോക്കി എന്തോ ഒരു പേഴ്സണലി അത്ര ഇഷ്ടമുള്ളൊരു ബമ്പറല്ലത്. കാഴ്ചയിൽ ഏറെക്കുറെ ഒരേപോലെ ഇരിക്കണം. വെയിറ്റിംഗ് ഫോർ റിപ്പയർ എന്നുള്ള ടാഗൊക്കെ അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ആദ്യം ലുക്കായി അന്ന് അടിപൊളി ഫോട്ടോ കിട്ടും. ഇത് എന്തുട്ടാണ് മെഷീൻ എന്നുള്ളത് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തുകൊണ്ട് എങ്ങനെ ഇട്ടേക്കണേ എന്നുള്ളത് അറിയില്ല കേട്ടോ. നശിപ്പിച്ച് കളഞ്ഞൊരു വണ്ടി നോക്കി കിടക്കണ കടപ്പ്. വണ്ടികൾക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന നേരം തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഗിയർ ബോക്സ് അഴിക്കലാവും എന്ന് മിക്കവാറും ചെയ്യണം. അവരൊന്ന് ഓടിച്ചു നോക്കാതെ പറഞ്ഞിട്ടുണ്ട്. ഓടിച്ചു നോക്കിയിട്ട് എന്താ പറയണെന്നുള്ളത് നോക്കട്ടെ. അതിനുശേഷം ഇനി അഴിക്കാണ്ടിരിക്കാൻ വേറെ നിവൃത്തിയൊന്നും ഉണ്ടാവില്ല. 99% അഴിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാലാണല്ലോ അറിയുള്ളൂ. അപ്പൊ അവർ ഓടിച്ചു നോക്കിയിട്ട് പറയും. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോകാന്ന് വെച്ചിട്ടാണ് കേട്ടോ. നീത ഇവിടെ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. നീത പറയാനുള്ള കാശ് മുഴുവൻ എപ്പോഴും നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന്. അത് നോക്കിയിട്ട് കാര്യമുണ്ടോ? വണ്ടി ആവുമ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ബൈക്ക് ആക്സിഡന്റ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ വണ്ടിയുമ്പോ തട്ടിയതാന്നുണ്ട്. കണ്ടു, എർട്ടിക്കാമ തട്ടി സംഭവം. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട്. ആൾക്കാരെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിലവിൽ. എർട്ടിക്കാരൻ കുറച്ച് മുന്നിലേക്ക് ഒതുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. സിഗ്നലിൻ്റെ അവിടെ തന്നെയാണ്. ബൈക്ക് നോക്കാണ്ട് അതിൻ്റെ ബാക്കിൽ പോയി തട്ടിയതാണെന്നാണ് തോന്നണത് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ഭാരത് ബെൻസിൻ്റെ ഷോറൂമിലെത്തി. സർവീസ് സെൻറ്ററിൽ ഷോറൂമിൽ എപ്പോഴും വായിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സർവീസ് സെൻറ്ററിൽ എത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയും മിനിഞ്ഞാന്ന് മുടക്കായിരുന്നു. 2 ദിവസമായിട്ട് മുടക്കായതുകൊണ്ട് തന്നെ കണ്ടമാനം വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പെൻഡിങ് ഉണ്ടായിരുന്നു അവരുടെ വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ വണ്ടി അഴിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. തുടങ്ങുകയാണെങ്കിൽ തന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് ആവും, അല്ലെങ്കിൽ ഒരു 4 മണിക്ക് ആവും എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. വണ്ടി ഇതേ അവിടെ കിടക്കുന്നുണ്ട്. ആ വണ്ടിയുടെ ബാക്കിൽ ഇതേ അവിടെ കിടക്കുകയാണ്. അവിടെ നിന്ന് അവർ വണ്ടി ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ സംഭവം പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഇറക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്കും അറിയാം ഗിയർ ബോക്സ് ഇറക്കണം എന്നുള്ളത്. ഇന്നലെ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ നമുക്കും കാര്യം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇറക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. സിങ്കർനൈസറിൻ്റെ പ്രോബ്ലം തന്നെ ആവുമെന്നാണ് പറയണത്. പിന്നെ ഈ സിങ്കർനൈസറിന് വേണ്ടി അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ മാറ്റേണ്ട വരും. അത് ഉറപ്പാണ്. കാരണം ഒരുവിധം തേയ്മാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്തായാലും മാറ്റാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പോൾ അത് അഴിക്കണ സമയത്തേക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ എനിക്ക് പുറത്തൊരു ചെറിയ ചില്ലറ പരിപാടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ആവുമെന്ന് വിചാരിക്കാം. നേരെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് വരാം. നമ്മൾ വണ്ടിയുടെ ഗ്രില്ല് മാറ്റണം എന്നുള്ളൊരു ചെറിയ ഐഡിയ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ അപ്പോളോ ടയേഴ്സിൻ്റെ അവിടെ ഒരു കടയുണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഫ്രണ്ട് ഗ്രില്ല് 8500 9500 അങ്ങനെയൊക്കെയാണ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് പോയി കണ്ടിട്ട് ഇപ്പോൾ ഇവിടെ എന്തായാലും സമയം എടുക്കുമല്ലോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ അവർ മാറ്റി തരാം, അവിടെ ഉണ്ടെങ്കിൽ മാറ്റി തരാം എന്ന് പറഞ്ഞാൽ നോക്ക്, നിങ്ങൾ വായോ വന്ന് നോക്ക്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ആ കടയിലേക്ക് പോയിട്ട് ഫ്രണ്ടിലത്തെ ഗ്രില്ല് മാറ്റാൻ പറ്റുമെന്നുള്ളത് നോക്കി നോക്കാം. അതൊരു ആഗ്രഹമല്ലേ, അത് ബാലൻസ് നിൽക്കണമെന്നല്ലേ, അത് കയ്യോടെ ചെയ്ത് പോകാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയതല്ലേ. നേരെ അപ്പോളോ ടൈൽസിൻ്റെ അവിടെ ഏതാണ് കടാന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ആ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവിടേക്കൊന്ന് പോവാം. നമ്മളങ്ങനെ ചോദിച്ച് പിടിച്ച സ്ഥലത്ത് എത്തിയിട്ട് ഈ അപ്പോളോ ടയേഴ്സിൻ്റെ തൊട്ട് സൈഡിയുടെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്ക് കയറുന്ന വഴിയുടെ അവിടെയാണ്. ഇപ്പോൾ ഇതാണ് കട. നിലവിൽ ഇവിടെ വന്നപ്പോൾ വേറൊരു താറിൻ്റെയും ഫ്രണ്ടൊക്കെ അയച്ചിട്ടുണ്ട്. അതിൻ്റെയും ഗ്രില്ലും അതുപോലെ തന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ മാറ്റുന്നതാണ്. ഫുൾ ഓർഡർ ചെയ്യാനായിട്ട് കൊണ്ടുവിട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വന്നപ്പോൾ നമ്മുടെ ഗ്രില്ല് മാറ്റിയിട്ട് നമുക്കിത് ഇവിടെ ഒരു ഗ്രില്ല് കാണിച്ചു തന്നായിരുന്നു. അത് നമ്മൾ ഗ്രില്ല് എവിടെയായിരുന്നു? ഗ്രില്ല് കണ്ടില്ലേ? ഗ്രില്ല് കുറേ വെറൈറ്റിയിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇതാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഗ്രില്ലിൻ്റെ ഫ്രണ്ട്. നമ്മുടെ ഇത് സാധാരണ ടൈപ്പ് ഇതല്ലേ, നോർമൽ എല്ലാവരും വെക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നോർമൽ പഴയ മോഡൽ സംഭവം എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റികൾ ആഴ്ചയിൽ വേറെ വരുന്നുണ്ടല്ലേ. ഇപ്പോൾ ജസ്റ്റ് എനിക്കൊരു പുതിയൊരു മോഡൽ ഇവിടെ കാണിച്ചു തന്നു കേട്ടോ. ഇവിടെ കാണിച്ചു തന്നു. അത് സംഭവം സ്റ്റോക്കില്ല, പക്ഷേ അത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണെന്നാണ് പറഞ്ഞത്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രില്ലിൻ്റെ അടിവശം താഴെ വരെ ഇറങ്ങി വരുന്നില്ല. അവിടെ ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ട്. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഫുൾ ലെങ്ത്തുള്ളൊരു ഗ്രില്ല് പോലത്തെ സംഭവം നമുക്ക് ഫീൽ ചെയ്യില്ല. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്ത് ഗ്രില്ല് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു
ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനം തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞ് വേറെ വല്ല പുതിയ മോഡലുകൾ ഇതിനും നല്ലതൊക്കെ വ്യത്യാസമുള്ള വല്ല ടൈപ്പൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് അങ്ങോട്ട് മാറ്റി നമുക്ക് വെക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഈ കാണിച്ചൊരു സംഭവം തന്നെ വെക്കാതെ കണ്ടില്ലേ. ഇതേപോലെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ വണ്ടിക്ക് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് അതുപോലെ തന്നെ എന്തിട്ടാ കുറേ ഇതുകളുണ്ട്. ബമ്പർ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, കുറേ വെറൈറ്റി സംഭവങ്ങൾ. ഇത് പ്രോമാൻ്റെ ഏത് ബമ്പർ? ഇത് പ്രോമാൻ്റെ ആണോ? ബ്രാൻഡ് അറിയില്ല. അല്ല, അതിൻ്റെ പേരെടുത്തിട്ടുള്ളൊരു സംഭവം കേട്ടിട്ടുള്ളത് നമ്മൾ ആ ബ്രാൻഡൊക്കെയാണ്, അതാണ് ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ല, ഏതെങ്കിലും ആവട്ടെ. സംഭവം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുള്ളൂ, പക്ഷെ നമുക്കിത് മാത്രം മതി എന്ന് വിചാരിച്ചു. നമ്മുടെ ഗ്രില്ല് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബമ്പർ അയച്ചെടുക്കണം കേട്ടോ. ബമ്പർ അയച്ചെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്ലിപ്പുകളാണ് എല്ലാം. അപ്പോൾ ക്ലിപ്പുകൾ ഓരോന്ന് പൊട്ടിപ്പോകൊണ്ട് പെർഫെക്റ്റായിട്ട് അയച്ച് എടുത്തിട്ട് വേണം നമ്മുടെ ഗ്രില്ല് മാറ്റാനായിട്ട്. ഇത് മൊത്തം നെറ്റ് ബോൾട്ടാണല്ലോ ഇതുമ്മ ഫുള്ള്. ഈ ഗ്രില്ലിൻ്റെ ഫിറ്റ്മെൻറ്റ് വരുന്നത് ഇവിടെ സ്ക്രൂ ആണ്. 1 2 3 4 8 സ്ക്രൂ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ബമ്പറിൻ്റെ ഉള്ളിലുണ്ട് സ്ക്രൂവും കാര്യങ്ങളൊക്കെ. അതൊക്കെ അയച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രില്ല് ഇങ്ങോട്ട് കിട്ടും. എന്നിട്ട് വേണം മാറ്റാനായിട്ട്. ഇതൊക്കെ ക്ലിപ്പുകളാട്ടോ, പ്ലാസ്റ്റിക് ക്ലിപ്പുകളാണ് ഫുള്ള്. ആ താർന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്ത് അയച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥിരം ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ സംഭവങ്ങൾ പൊട്ടലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തൊള്ളയിൽ തോന്നിയ പോലെ അറിയാത്ത സമയത്ത് ഫസ്റ്റൊക്കെ വലിച്ച് കുറച്ചെടുത്ത് കഴിഞ്ഞൊക്കെ പൊട്ടിയും പൊളിഞ്ഞ് പോവുകയെ. ഫ്രണ്ട് ബമ്പറിൻ്റെ അതുപോലെ തന്നെ ഇതിലൊരു 4 സ്ക്രൂ ആണ് കേട്ടോ വരിക. ആ സ്ക്രൂ അഴിച്ചിട്ട് വേണം ഈ സംഭവം ഊരിയെടുക്കാനായിട്ട്. പിന്നെ ഫോഗ് ലാമ്പ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ അഡീഷണൽ ഒരു വണ്ടി ഇവിടെ പണിതുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞില്ല, ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഈ വണ്ടിയുടെ ഫോഗ് ലാമ്പും സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് വേറെ വയ്ക്കുകയാണ് കേട്ടോ. ഇത് വേറെ സാധനം അല്ലേ? ഇതിനെന്താ പേര് പറയണേ? അല്ല, ഇത് മറ്റേ LED ഫോഗ് ലാമ്പ് എന്ന് മാത്രം, അല്ലാണ്ട് വേറെ സാധനം പറയില്ല അതിന്. അങ്ങനെ പ്രൊജക്ടറാണോ? പ്രൊജക്ടർ ടൈപ്പ് അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് സാധനമല്ലേ? അപ്പോൾ സംഭവങ്ങൾ ഇവിടെ കടയിൽ ഇഷ്ടംപോലെ ഉണ്ടെന്ന് നോക്കി നോക്കട്ടെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ ഈ ചേട്ടനത് അയക്കുമ്പോഴേക്കും വേറെ എന്തെങ്കിലും പറ്റിയ സാധനങ്ങളുണ്ടോ എന്ന് നോക്കട്ടെ. ഇത് സംഭവം ഗ്രില്ലഴിക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിലത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അടിയിലും മറ്റേ നമ്മുടെ ആ ഷീൽഡ് ഉണ്ടല്ലോ, അതായത് എന്താ പറയുക എൻജിൻ ഗാർഡ് എന്ന് പറയുന്ന പോലത്തെ സംഭവം പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നത്, അതൊക്കെ മാറ്റിയിട്ട് മെറ്റൽ ടൈപ്പ് ആക്കേണ്ട ആൾക്കാർ. ഈ ശരിക്കും പറഞ്ഞാൽ താറ് ഓൾഡർ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പനി പാർട്സ് പോലും ഉണ്ടാവില്ല, എല്ലാത്തിനും ആക്സസറീസ് വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു ഇരുമ്പിൻ്റെ ഷീൽഡ് പല കളറായിട്ടുള്ള സാധനം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണെങ്കിൽ മെറ്റലിൻ്റെ ടൈപ്പ് ബമ്പർ, ഒരുപാട് ബമ്പറുകൾ വരുന്നുണ്ട്. പിന്നെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ബമ്പറുകൾ തന്നെ പുതിയ മോഡൽ ഇപ്പോൾ നമ്മളവിടെ കണ്ട പോലത്തെ അങ്ങനത്തെ സാധനങ്ങൾ. അതുപോലെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ ബമ്പറും ഒട്ടിക്കുന്ന ഒരു അഡീഷണൽ സംഭവം. പിന്നെ മിറർ ഫോൾഡിങ് ആക്കണവരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. താറുമ്പിലാണ് ഏറ്റവും അധികം ആക്സസറീസ് കയറ്റണത് ഇപ്പോൾ ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേറൊരു സംഭവം ചോദിച്ചു, എന്നിട്ട് അതിൻ്റെ പേര് വീണ്ടും പറഞ്ഞു സ്നോക്ലറാ എന്നിട്ടൊരു സാധനമില്ലേ അത് ചോദിച്ചു. പക്ഷേ അത് ഇവിടെ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇവർ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവം നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ആ സംഭവം ഉണ്ടാവുള്ളൂ. കടയിലായിട്ട് സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗ്രില്ല് മാത്രമാണ് ഇപ്പോൾ അഡീഷണൽ നമ്മൾ വിളിച്ച് ചോദിച്ചാൽ അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൈയോടെ വെച്ച് തരാമെന്ന് പറഞ്ഞു. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഓർഡർ കൊടുത്ത സംഭവം വന്നിട്ടൊക്കെ വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. കാരണം റെഡിയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ കണ്ട് ഇഷ്ടപ്പെട്ട് കൈയോടെ വെച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവം ഇല്ല. അപ്പോൾ അത് കാരണം അത് വെക്കാൻ പറ്റിയിട്ടില്ല. അതുകൂടി ഉണ്ടെങ്കിൽ അതുകൂടി വെക്കണമെന്ന് ഉണ്ടായിരുന്നു. മനസ്സിലായി. ആ 2 കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ഒരു ആ വണ്ടിയുടെ ഇല്ലേ, പക്ഷേ ആ വണ്ടിയുടെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ബ്ലാക്ക് കളറാണ്. ആ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറസെൻറ്റ് കളറോ റെഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉള്ള സംഭവം വേണം. അത് തന്നെയല്ല ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ മോഡലുണ്ട്, ഇത് പുതിയ മോഡലാണ്. ഇത് ഒന്നുകൂടി സ്ട്രോങ് ആണ്, വിലയൊക്കെ കൂടുതലാണ്. പക്ഷേ എനിക്ക് ഈ സാധനം അല്ല ഇഷ്ടം, പഴയ മോഡലാണ് ഇതിൻ്റെ ഇഷ്ടം. അപ്പോൾ ആ ഒരു ഇതിവിടെ ഇല്ല കേട്ടോ, നിലവിലില്ല. പിന്നെ ഈ വണ്ടിയാണെങ്കിൽ ഇതിന് ഉള്ളിലൊരു മറ്റെന്താ കൈ പിടിക്കാനുള്ളൊരു സംഭവമൊക്കെ വേറെ അഡീഷണൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ ഇതിൻ്റെ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ അഡീഷണൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് 4x4 ആണ്. 4x4 നമ്മളുടെ വണ്ടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ആകെ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഗിയറിൻ്റെ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ വീതി കൂടി ബ്രേക്ക്, അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഈ വണ്ടി 4x4 സാധാ വണ്ടിയും തമ്മിൽ. പിന്നെ ബാഡ്ജിങ് ഉണ്ടാവും ചെറുതായിട്ട്. ഇവിടെ 4x4 എന്നുണ്ടാവും, നമ്മുടെ W എന്നിട്ട് നമ്മുടെ വേറെ എന്താണുള്ള ഇത് വെച്ചങ്ങനെ റിയൽ വീൽ ഡ്രൈവ് എന്നല്ല RWD. അത് തന്നെ. ഈ 2 വ്യത്യാസമാണ് 4 വീൽ വണ്ടി 2 വീൽ വണ്ടി തമ്മിൽ. ഒറ്റ കാഴ്ച പുറത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം, ആ എഴുത്ത് മാത്രം, അല്ലെങ്കിൽ മനസ്സിലാവുമൊന്നുമില്ല. പിന്നെ അതേപോലെ നമുക്ക് ഇതാണ് കളർ.
ഇവരുടെ പരസ്യം വേണ്ട, അവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എഴുതുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് അവിടെ ചെന്ന് എഴുതുന്ന സമയത്ത് അത് കളഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക യൂട്യൂബ് ചാനലിൻ്റെ പേര് എഴുതാം. അതുപോലെ ഇവിടെയും എഴുതണം, ഇവിടെയും അപ്പുറത്തെ സൈഡിലും. അപ്പോൾ ബാക്കും അതുപോലെ 2 സൈഡിൽ നിന്നും ആ സംഭവം ഒന്ന് എഴുതണം എന്നുണ്ട്. അത് വെറുതെ കിടക്കട്ടെ, ഒരു ഭംഗിക്ക് അല്ലേ. നമ്മുടെ വണ്ടി ഇത് എന്തെങ്കിലും ഒരു എഴുത്ത് കുത്തി വേണ്ട, അതിന് വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അത്. ഇനിയിപ്പോൾ എന്തായാലും അടിയിലത്തെ ഇത് പെട്ടെന്ന് തീരുന്ന വെച്ചിട്ട് ഞാൻ വന്ന, പക്ഷേ ഇത് കുറേ നെട്ടുകൾ അയക്കാണ്ട്, എന്തോരം നെട്ടുകളാണെന്നറിയാം. അപ്പോൾ അത് മൊത്തം ഇരുന്ന് മെല്ലെ അയച്ച് ക്ലിയർ ആക്കുകയാണ്. പിന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ചടപടാന്നൊന്നും പറഞ്ഞ് ചെയ്യില്ല, നല്ല ടൈം എടുത്ത് ഓരോന്നും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുള്ളൂ. കാരണം ഫിറ്റ് ചെയ്ത് വിടുമ്പോൾ ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവും. 4 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അത് കംപ്ലൈൻ്റ് ആയി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഞാനും പറഞ്ഞു മതി, മെല്ലെ മതി, നമുക്ക് ഉള്ള പണി ചെയ്യണത് ഭംഗിയായിട്ട് ചെയ്യുക. അത് തിക്ക് തിരക്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിപ്പോൾ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ മറന്നാൽ തന്നെ കടകടാന്ന് അടിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാവുന്നു. അപ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടാവും. അപ്പോൾ ആൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ക്ലിയർ ആയിട്ട് അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ വണ്ടിയുടെ ആണെങ്കിലും എനിക്ക് മനസ്സിലായി, കാരണം എല്ലാവരും ആളിരുന്ന് എല്ലാം ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ അയച്ചപ്പ് കണ്ടില്ലേ, ഫ്രണ്ട് ഭാഗം ഇരിക്കുന്നത് അതേപോലെ തന്നെയാവും കേട്ടോ. നമ്മളുടെ ഇത് അയച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കുക. ഇനിയിപ്പോൾ ഇതെന്തായാലും അയച്ചെടുക്കട്ടെ, എന്നിട്ട് വേണം ഗ്രില്ല് മാറ്റി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാൻ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ സ്ക്രൂകളൊക്കെ കുറേ എണ്ണം അയച്ചെടുക്കാണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ സാധനം വിടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ചേട്ടൻ മാറ്റി വെച്ചോ, കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോൾ അടിയിലെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ വിടിച്ചു, ഫോഗ് ലാമ്പിൻ്റെയും കണക്ഷനും കാര്യങ്ങളൊക്കെ വിടിച്ചു കഴിഞ്ഞിട്ട് എല്ലാം സെപ്പറേറ്റ് ആക്കുകയാണ് കേട്ടോ. ഇനി ഫ്രണ്ടിലത്തെ ഗ്രില്ല് മാത്രമാണ് ഇനി ഒരാളുള്ളൂ. ബമ്പർ ഇപ്പോൾ ഊരി കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ അതുകൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി മാറ്റി വെക്കേണ്ട ഗ്രില്ല് അങ്ങോട്ട് വെക്കുകയാണ്. നമ്മുടെ ബമ്പറൊക്കെ തട്ടിയിട്ട് ചെറുതായിട്ട് വളഞ്ഞാൽ തന്നെ ഇല്ലേ, ഈ ഒരു ഇതുപോലെയാണ് കേട്ടോ ഈ സാധനം നിൽക്കുന്നത്. സ്ക്രൂവും കാര്യങ്ങളൊക്കെ നിൽക്കണം കറക്റ്റ്. എന്താ പറയുക, നമ്മുടെ വീലും ഇടിക്കാനായിട്ട് വലിയ ഇതൊന്നും വേണ്ട, കാരണം അത്ര വലിയ സ്ട്രോങ് സംഭവം എന്നല്ല കൊടുത്തിട്ടുള്ള, ചെറിയൊരു തകിടിൻ്റെ പീസാണ്. അപ്പോൾ തകിടിൻ്റെ അല്ല, ഒരു ചെറിയ എന്താ പറയുക ആംഗിൾ ടൈപ്പ് തന്നെ ആണ്. എന്നാലും ചെറിയ തട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വീലിലേക്ക് ബമ്പർ വന്ന് തട്ടാനുള്ള ചാൻസ് കൂടുതൽ. അത് അയച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവണം, ഉള്ളിൽ എങ്ങനെയാണ് ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്ര സ്ട്രോങ് എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സാധാരണ താറൊക്കെ നമ്മൾ സ്ട്രോങ് ആണെന്ന് പറയില്ലേ, അങ്ങനെ എനിക്ക് ഈ ഒരു പാർട്സ് ഒന്നും കണ്ടിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ ഏറ്റവും ഫസ്റ്റ് ബമ്പറിൽ ഇടിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പോകുന്ന സാധനമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള സ്ട്രോങ് തന്നെയാണ് ഉള്ളൂ, വലിയ സ്ട്രോങ് ഒന്നും കാണുന്നില്ല. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ 2 സ്ക്രൂ കൂടി അയച്ചു. ഇതിൻ്റെ ഈ ഗ്രില്ല് അയക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബമ്പർ മൊത്തം അതേപോലെ പ്രോഗ്രാമ്പോ അടിയിലത്തെ കവറൊക്കെ വരുന്നു കേട്ടോ. ശരിക്കും ബമ്പറിൻ്റെ ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ മുകളിലും ഒരു 6 8 താഴ്ചൊരു 4 അത്രയാണ് ഉള്ളൂ. പക്ഷെ ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കുറച്ചുണ്ടെന്ന് മാത്രം. സ്ക്രൂ ഊരിയാലും ഒരു ക്ലിപ്പിൽ ഗാഡിയിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഒരു സ്ക്രൂ ഉണ്ടല്ലേ, സ്ക്രൂ ഊരിയിട്ട് ആ ഗാഡിയിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കണം. അപ്പോൾ നോക്കി ശരിക്കും പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കി എല്ലാ ക്ലിപ്പുകളും കാര്യങ്ങളും ഊരിയില്ലെങ്കിൽ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയപ്പോൾ പാളിയെന്ന് ചോദിച്ചാൽ മതി. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഏറ്റവും ഉപകാരമില്ലാത്തൊരു സാധനമായി. വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു സാധനമായില്ലേ. കഴിഞ്ഞ ദിവസം താറിൻ്റെ ഷോറൂമിൽ പോയപ്പോൾ ഇത് ഒരുപാട് എണ്ണ അവിടെ കിടക്കണം കണ്ടു. വന്നിട്ട് അവർ മറ്റേ സ്ക്രാപ്പുകാർക്ക് കൊടുക്കാമെന്ന് പറയണത് ഈ ഒരു സാധനം ആർക്കും വേണ്ട. കാരണം എല്ലാ ആൾക്കാരും ഇതേപോലെ തന്നെ ഗ്രില്ല് മാറ്റുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് സംഭവം ബാക്കിയുണ്ട്. ഇനി ആൾക്കാർക്ക് നോർമൽ സ്റ്റോക്ക് കണ്ടീഷനുള്ള ഇത് വേണമെങ്കിൽ ആക്രി സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 കണക്കിന് സാധനം കിട്ടും. ഇത് ഇപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടേജും അതുപോലെ തന്നെ ആ വണ്ടിയുടെ ഫ്രണ്ടേജ് ഇപ്പോൾ ഒരേപോലെ തന്നെ ആയിട്ടാണ്. 2 വണ്ടിയുടെയും ഗ്രില്ല് മൊത്തം അയച്ചു കളഞ്ഞ് ഒരേപോലെ ആയിപ്പോൾ ക്ലിയറായി. അതിൻ്റെ എനിക്ക് തോന്നുന്നു റേഡിയേറ്റർ ഇത്തിരി കൂടി ഇതിൻ്റെ തിളക്കം കുറവുണ്ട്. അത് കുറച്ച് ദിവസം ഓടിയില്ല, അത് ഓടിയിട്ടില്ല. ഇത് കടും പുത്തനാന്നുകൊണ്ട് നമ്പറൊന്നും കിട്ടിയിട്ട് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രഷായിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഫിറ്റിങ്സിന്. ഈ ഗ്രില്ലാണ് കേട്ടോ നമ്മുടെ വെക്കണേ. ഇതും അതും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഇങ്ങനത്തെ ഗ്രില്ല് ഉണ്ടല്ലോ, ഇത് ചെറുതാണ്. അതേപോലെ തന്നെ എണ്ണൊക്കെ സെയിം തന്നെയാണെന്നുണ്ട്. പിന്നെയുള്ളത് എന്തൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിവശത്തൊരു ചെറിയ ഒരു വ്യത്യാസം പോലത്തെ ഫീലിംഗ് ഉണ്ട്. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ അകലം ഭയങ്കര കൂടുതലാണ്. റേഡിയേറ്ററിലേക്കുള്ള പ്രാണികളും സംഭവമൊക്കെ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ കണ്ടു, ഇത് ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേതിൻ്റെ അത് അതിന് പകരം ഇങ്ങനെ ഫ്ലാറ്റായിട്ടാണ് വന്നേക്കുന്നത്. അതിൽ അഴുക്കാവാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ട്. എന്നാലും പല ആൾക്കാർക്ക് പല ഇഷ്ടമല്ല. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ഗ്രില്ല് വെക്കുമ്പോൾ തന്നെ വണ്ടിക്ക് മൊത്തത്തിലൊരു മാറ്റം വരും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. താറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എല്ലാ വണ്ടിക്കും ആ ഗ്രില്ല് അങ്ങോട്ട് മാറിയല്ലേ, വണ്ടി മൊത്തത്തിൽ അങ്ങോട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു എന്തായാലും ഇത്തിരി മാറ്റം വരച്ചാൽ വണ്ടി കാണുമ്പോൾ ഫുൾ അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലുക്കായില്ലേ.
സംഭവം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാറേണ്ട ആവശ്യമില്ല. കുറച്ച് കാലം ഉപയോഗിച്ചതിന് ശേഷം മാറുകയാണെങ്കിൽ എന്താ ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുമ ഉണ്ടായേനെ. ഇതിപ്പോൾ കയ്യോടെ തന്നെ ഇതും പുത്തൻ സാധനം ഇരുന്നിട്ട് നമ്മൾ മാറ്റി അത് വെക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടണില്ല എന്ന് മാത്രം. എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി സെറ്റ് ചെയ്യണം ഫുള്ള്. ക്ലിപ്പിന് പുറമെ മറ്റേ ഇതും ഉണ്ടല്ലേ, സ്ക്രൂ ഉണ്ട് അല്ലേ? അടിയിൽ സ്ക്രൂവാ അല്ലേ? ഇത് മറ്റേ ആ നേരത്തെ ഇതിട്ടിട്ടുള്ള പോലെ തന്നെ ഗാഡി ഉണ്ടോ ഇതിന്? അത് ഇത് വെറുതെ എങ്ങനെയുള്ളൂ? മറ്റൊരു ഗാഡി നമ്മൾ അതേപോലെ ഇത് ഇല്ലല്ലോ ഇതിന്. അതുകൊണ്ട് ജർക്കിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവം ഒന്നും വരില്ല. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്ക്രൂവും ഇതും ജർക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി വേറൊരു ക്ലിപ്പിംഗ് സിസ്റ്റം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതാണെന്നുണ്ട് ക്ലിപ്പിങ്ങിൻ്റെ പരിപാടി. ഇതാണോ വേറെ വല്ലയിടത്തുണ്ടോ? ഇതാണെന്നുണ്ട്. ഇതും സംഭവിക്കുകയാണ്. പക്ഷെ അതില്ല, നോർമൽ ഈ ഒരു ടൈപ്പിനില്ല. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഒറിജിനൽ കമ്പനി സാധനത്തിൻ്റെ മാറ്റി നമ്മൾ ഏത് സാധനം വെച്ച് കഴിഞ്ഞാലും അതിന് എന്ത് പെർഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്ക് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അത് ക്ലിപ്പില്ല, അത്രമാത്രം. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാനില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ഫിറ്റിങ് കഴിഞ്ഞു. ഇനി ബമ്പറാണ് കേട്ടോ ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ബമ്പർ ശരിക്കും നമ്മൾ മാറ്റണില്ല, പഴയ ബമ്പർ തന്നെയാണ് വെക്കണത്. എന്തായാലും എനിക്ക് ഈ ബമ്പർ തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. 2 ടൈപ്പ് ബമ്പർ ഉണ്ടെങ്കിലും ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബമ്പർ ഉണ്ടെങ്കിലും എനിക്ക് എന്തോ പേഴ്സണലി ഇഷ്ടം നമ്മളുടെ ഉള്ള ബമ്പർ തന്നെയാണ്. അതൊരു ഭയങ്കര വലിപ്പമുള്ളൊരു ഫീലുണ്ട്. ഇതൊരു ചെറിയ LN ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ. എനിക്കെന്തോ ഒരു പേഴ്സണലി അത്ര ഇഷ്ടമുള്ളൊരു ബമ്പറല്ലത്. ഇത് റേറ്റ് ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് 8 രൂപ 10 രൂപ അതിൻ്റെ ഉള്ളിലൊക്കെയാണ് സംഭവമുള്ളൂ. ഇത് ചിലവർക്ക് പല ആൾക്കാർക്കും പല ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ചിലപ്പോൾ ഈ ടൈപ്പ് ബമ്പറാവും. അപ്പോൾ അതുകൊണ്ട് അത് വിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇത് തന്നെ ബമ്പർ തന്നെ വീണ്ടും വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയും മഹീന്ദ്ര എന്നുള്ളൊരു എഴുത്തില്ല കേട്ടോ. ആകെ മഹീന്ദ്ര എന്നുള്ളൊരു എഴുത്തുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഫ്രണ്ടിൽ മാത്രമാണ്. കണ്ടോ, ഫ്രണ്ട് ഗ്രില്ലിൻ്റെ മൂലവശത്തായിട്ട് ഇതിൽ മാത്രമായിരുന്നു. ഇനിയിപ്പോൾ അത് പോയിപ്പോൾ ആകെ താർന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ ഇവിടെയൊക്കെ ഉള്ളതല്ലാണ്ട് വേറെ യാതൊന്നുമില്ല. ഇപ്പോൾ മഹീന്ദ്ര എന്നുള്ളത് മൊത്തം അങ്ങോട്ട് മാറിപ്പോയി നമ്മളുടെ ഗ്രില്ല് മാറ്റിയോട് കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ടോ. ഗ്രില്ല് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വണ്ടി ടോട്ടലി ഇങ്ങോട്ട് മാറി ഗ്രില്ല് വെച്ചപ്പോൾ എന്തായാലും അടിപൊളിയായി ഇഷ്ടമായി. നമ്മൾ വണ്ടി മേടിച്ചപ്പോൾ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു 1-1.5 മാസം, ഇപ്പോൾ 2 മാസത്തിൻ്റെ അടുത്തായി വണ്ടി മേടിച്ചിട്ട് ഇപ്പോഴാണ് മാറ്റാൻ പറ്റിയത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഇതിൻ്റെ സമയമായത്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇത് പണിയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നു. ഒരു ടോട്ടൽ ഇപ്പോൾ നമുക്ക് ഈ ഗ്രില്ല് മാത്രമേ നമ്മൾ മാറിയുള്ളൂ, വേറെ ഒരു കാര്യം ചെയ്തില്ല. ഈ ഗ്രില്ല് അഴിച്ച് മാറി നമ്മുടെ ഗ്രില്ല് നമ്മുടെ വണ്ടിയിലേക്ക് വെച്ച് തന്നു. ഈ ഒരു സംഭവത്തിന് നമുക്ക് ഇപ്പോൾ ചിലവായത് 8,500 രൂപയാണ് നമുക്ക് ഈ ഗ്രില്ല് മാറ്റി വയ്ക്കാനായിട്ട് വന്നത്. പല സ്ഥലത്തും പല റേറ്റാണ്. കമ്പനിയിലൊക്കെ 10-15,000 രൂപയ്ക്കാണ് റേറ്റ്. അപ്പോൾ പുറത്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടല്ലേ, അതേ സെയിം ബ്രാൻഡാണോ ഇതൊന്നും നമുക്കറിയില്ല കേട്ടോ. ഞാൻ കമ്പാരിറ്റീവ്ലി 2 സാധനം കാഴ്ചയിൽ ഏറെക്കുറെ ഒരേപോലെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം അറിയുള്ളൂ. ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, ചിലപ്പോൾ ഇത് വില കുറഞ്ഞതായിരിക്കും. അതൊന്നും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ 8,500 റേറ്റ് പറഞ്ഞു. കുഴപ്പമില്ലാത്ത സംഭവമാണ്, സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ കാഴ്ചപ്പുറത്ത് നമുക്ക് യാതൊരു ഫീലും അങ്ങനെ തല്ലിപ്പൊളിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ കുറഞ്ഞ ടൈപ്പാണെന്ന് തോന്നണമൊന്നുമില്ല. പിന്നെ എനിക്ക് കറക്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് വെപ്പിച്ചു സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ഇവിടെ നമുക്ക് ഭാരത് ബെൻസിൻ്റെ പണി എന്താ എന്നുള്ളത് അഴിച്ച് തുടങ്ങി എന്താ ചെയ്യണമെന്നുള്ളത് നോക്കാനായിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഇവർ ഇവിടെ ഏത് വണ്ടി പണി കഴിഞ്ഞ് പോവുകയാണെങ്കിലും ഒരു വീഡിയോ എടുക്കും ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ എന്താ പറയുക ഹൈവേയുടെ പണിയൊക്കെ നടന്നിരുന്ന സമയത്ത് അവരുടെ മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പറമ്പാണ് കേട്ടോ. അതേ കണ്ടില്ലേ, മറ്റേ റോഡ് റോളർ, അതുപോലെ തന്നെ റോഡിൻ്റെ മിക്സർ മെഷീൻ്റെ സംഭവങ്ങൾ, റോഡ് റോളർ വേറെ ടൈപ്പ്, പിന്നെ നമ്മുടെ ക്രഷർ പോലത്തെ സെറ്റപ്പ്, ലോറികൾ, അതുപോലെ എന്തിട്ടൊക്കെയാണ് ഇവിടെ ഈ ടാറ് പണിക്ക് ഉപയോഗിച്ചായിരുന്ന എല്ലാ സംഭവങ്ങളും ചെയ്തായിരുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പറമ്പ്, അവിടെ ഒരു വോൾവോൻ്റെ മെഷീൻ കിടക്കണ നോക്കി, റോഡ് റോളർ, ഇതൊന്നും ആർക്കും വേണ്ടാണ്ട് കിടക്കുകയെന്ന്. ഇവിടെ കണ്ടു, ഇതിൻ്റെ ഉള്ളിൽ പുല്ല് പിടിച്ച് കിടക്കുക. ഹൈവേ പണി കഴിഞ്ഞപ്പോൾ ഇട്ടിട്ട് പോയതാണെന്നുണ്ട്. കണ്ട സാധനങ്ങൾ മുഴുവൻ തുരുമ്പ് എടുത്ത് നശിച്ച് പോയിക്കൊണ്ടിരിക്കുക പറമ്പിൽ. കണ്ടമാന സാധനങ്ങൾ. ഇതൊക്കെ ഇരുമ്പോലേക്കെങ്കിലും കൊടുത്ത് അവസാനിപ്പിച്ച് വിടവർക്ക്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്പർ പ്ലേറ്റുമേ അവരുടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് സൂട്ടബിളാക്കി. ആകെ ബ്ലാക്കായി. ഇപ്പോഴാണ് വണ്ടി മൊത്തം ബ്ലാക്കായത്. കണ്ടില്ലേ, ഇത് ആദ്യം ലുക്കായി. അന്ന് അടിപൊളി ഫോട്ടോ കിട്ടും. പക്ഷേ ഇതിൻ്റെ ആംഗിൾ ഇങ്ങനെ എടുത്തിട്ട് അല്ലേ, കുത്തനെ എടുത്ത് നോക്കണം. അപ്പോൾ ചിലപ്പോൾ ഭംഗിയുണ്ടാവും ഒന്നോടെ. ഇത് എന്തിട്ടാണ് മെഷീൻ എന്നുള്ളത് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത് എന്ത് മെഷീനാണോ ഇത്? സംഭവം റോഡ് റോളർ മനസ്സിലായി, എസ്കോട്ടിൻ്റെ. ഇതൊക്കെ കണ്ടു എൻ്റെ പൊന്നി.
ഇത്ര കാലങ്ങളായിട്ട് വെറുതെ ഇട്ടിട്ട് തുരുമ്പ് എടുത്ത് നാശമായി. പിന്നെ എന്തായാലും ഇതിൻ്റെ ചക്രം കേടാവുകയൊന്നും തോന്നണില്ല. ചക്രം തുരുമ്പെടുക്കാൻ ചാൻസ് ഇല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുവിധം വെറുതെ കിടന്ന് തുരുമ്പെടുത്ത് നാശമായി മൊത്തത്തിൽ. കണ്ടില്ലേ, ആകെ തൊടുപിടി. ഇതൊക്കെ ആരും തല്ലി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ദേഷ്യം കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടതിന്. ഇതുവരെ തന്നെയാവും പറമ്പ് മിക്കാറും. ലോറി അതേപോലെ കിടക്കണ കിടപ്പ് നോക്കിയേ എൻ്റെ പൊന്നെ. ഇത് എനിക്ക് തോന്നുന്നു ആക്രി വിലയ്ക്ക് കൊടുത്താലും 1-2 ലക്ഷം രൂപയൊക്കെ കിട്ടും. പിന്നെ എന്തുകൊണ്ട് എങ്ങനെ ഇട്ടേക്കണേന്നുള്ളത് അറിയില്ല കേട്ടോ. ഇത് നമ്മളുടെ കണ്ണിൽ പെടാത്ത സംഭവങ്ങൾ ഒരുപാട് കിടക്കണ്ട കേട്ടോ. ദേ ഇതിൻ്റെ ഉള്ളൊരു മെഷീനറി കിടക്കുന്നുണ്ട്. മെഷീനാണ് ഇത്. എന്തത് റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന ഫുൾ സംഭവങ്ങൾ. അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. ഇത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ജനറേറ്റർ കിടക്കണു. എന്തെല്ലാം സാധനങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് നോക്കിയാൽ. അപ്പോൾ അതായത് അത്ര കോടി രൂപ ബാലൻസ് ഉള്ളപ്പോൾ പിന്നെ ഈ വക ആക്രി പരിപാടിക്കൊന്നും അതിൻ്റെ ഉടമസ്ഥന്മാരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും നിൽക്കില്ല. ടയറൊക്കെ പുത്തൻ ടയറുകൾ എത്ര എണ്ണ നോക്കി ഈ വണ്ടിക്കൊക്കെ. അതുപോലും ഇപ്പോൾ നമുക്കൊരു ടയർ മേടിക്കുമ്പോൾ നമ്മുടെ ജമ്മു ഒതുങ്ങുക. അപ്പോൾ ഇത്രയധികം ടയറുകൾ എന്താ പറയുക, പുത്തൻ ടയറൊക്കെ ഇട്ടിട്ട് വെറുതെ നശിപ്പിച്ച് കളഞ്ഞൊരു വണ്ടി നോക്കി കിടക്കണ കിടപ്പ്. അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ജനറേറ്റർ. എന്തോരം കിടക്കണ നോക്കി. ഇതൊക്കെ ജനറേറ്ററാണ്. അതുപോലെ അതിൻ്റെ ഉള്ളൊരു ജനറേറ്റർ എന്ന് വേണ്ട. ഈ പറമ്പ് മൊത്തം അങ്ങനെ തന്നെയാണ്. ഇവനെന്താ വണ്ടി പിടിച്ച് നിർത്തണ്ട. ഫോട്ടോ എടുക്കുമ്പോൾ പോയാ പിടിച്ച് നിർത്തണ ഫോട്ടോയ്ക്ക് എടുക്കണത്. ജാതി ലുക്കുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കേട്ടോ. എന്തായാലും ഫോട്ടോ എടുക്കുമ്പോഴേ ഫോട്ടോയിൽ നല്ല രസമായിട്ട് ഞാൻ 2-3 ഫോട്ടോ കലക്കി. അടിപൊളി ഗ്രില്ലൊക്കെ മാറ്റി വന്നപ്പോഴേ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് അങ്ങോട്ട് മാറിയപ്പോൾ നല്ല രസമായി കാണാനായിട്ട്. നല്ല ഇഷ്ടമായി. എന്തായാലും ഇനിയിപ്പോൾ ഒന്നും ചെയ്തിരിക്കുന്നു കുഴപ്പമില്ല. ഗ്രില്ല് മാറിയപ്പോൾ തന്നെ വണ്ടിയുടെ നമ്മൾ ഉദ്ദേശിച്ച ലുക്കിലേക്ക് വന്നു. ഇപ്പോൾ അല്ലേ ഈ കാണുന്നത് അപ്പോളോയുടെ ടയർ കടയാണ്. ടയർ കടയിൽ നിന്ന് മറ്റേ ടയർ ഉണ്ടാക്കണ ഫാക്ടറിയാണ്. വലിയ ഫാക്ടറി. പുറത്തേക്കടെ പോകുമ്പോൾ ശരിക്കും കാണില്ല. ഈ സൈഡിൽ കൂടെ വരുമ്പോഴാണ് ഇത്തിരി എൻ്റെ പോകല്ലെങ്കിലും കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിന്നിട്ട് ഇത്ര തന്നെ കാണുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടമാനം വരണല്ലേ. ഇവിടെ കർഷകരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വഴിക്ക് വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നവരെ കടയുടെ അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ആകുമ്പോൾ സുഖമായിട്ട് വണ്ടിക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുമെന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ മാറ്റിയ ഗ്രില്ല് കയറ്റി വെച്ചു. അപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്നോട്ടെ, ഉപയോഗിക്കേണ്ട ആവശ്യം വന്നാൽ പിന്നെ ആ സമയത്ത് തപ്പി നടന്ന് മേടിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും വീട്ടിലുകൊണ്ട് വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. അത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ താറ് പോലത്തെ വണ്ടികളുടെ ഒക്കെ ഉണ്ടല്ലോ, താറ് പോലത്തെ വണ്ടികളുടെ ഒക്കെ ആക്സസറീസ് സാധനങ്ങളുണ്ടല്ലോ. ഈ സാധനങ്ങൾ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഗ്രില്ല് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ്, ബമ്പർ, ബോണറ്റൊന്നും പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും മാറ്റി വേറെ സാധനങ്ങൾ മോഡിഫൈ ചെയ്ത് വെക്കണതുകൊണ്ടില്ലേ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ മാർക്കറ്റിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കിട്ടും. നിസ്സാര പൈസക്ക്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തെ ഗ്രില്ലൊക്കെ ഇപ്പോൾ കമ്പനി പോയി മേടിക്കുകയാണെങ്കിൽ 3000-4000 രൂപ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം 500 രൂപ പോലും കൊടുക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്ക്രാപ്പുകാർക്ക് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണത്തിന് ഒരു 100-150 അല്ലെങ്കിൽ 200 രൂപ വിലയുള്ളൂ. അപ്പോൾ 500 രൂപയ്ക്കാണ് ഏറ്റവും കൂടിയ ഈ സാധനത്തിനൊക്കെ വില ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്ക് കണ്ടീഷൻ സാധനങ്ങൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരിട്ട് കമ്പനി പോയി ഈ വക സാധനങ്ങൾ മേടിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. ബമ്പറായാലും ഫ്രണ്ട് ഗ്രില്ലായാലും ഹെഡ്ലൈറ്റ് ആയാലും അങ്ങനെയുള്ള അലോയ് വീൽസ്, ഈ ചില വണ്ടികൾക്ക് അലോയ് വീൽ ഇല്ലാത്ത വണ്ടികളില്ലേ, അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി അലോയ് വീൽ മാറ്റി വേറെ അടിപൊളി സാധനങ്ങൾ വരുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് താറിൻ്റെ ഒറിജിനൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സുഖമായിട്ട് ആ സാധനം മേടിച്ചിടാം കേട്ടോ. അപ്പോൾ ഇനി നേരെ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോകും. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? 4:45. അപ്പോൾ അത് 2 മണിക്കൂർ കൊണ്ട് ഇവർ വരെ പരിപാടി കഴിച്ചു തന്നു. ഒരു ചായ കുടിക്കുമല്ലേ നമുക്ക് വണ്ടിയുടെ ഭാരത് ബെൻസിൻ്റെ കാര്യങ്ങൾ എന്തായെന്നുള്ളത് നോക്കാം. അഴിച്ചോ, ഇനിയിപ്പോൾ അഴിക്കാറായോ, ഇനിയിപ്പോൾ ഇന്ന് അഴിക്കില്ലേ, ഇവ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നേരെ നമുക്ക് വിടാം. പാലിയേക്കര എപ്പോൾ വന്നാലും ഇതേപോലെ തന്നെ തിരക്കാണ് കേട്ടോ. ഏത് ടോളാണ് ഏത് സമയം ഫുൾ തിരക്കിൽ നിൽക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒരേ ഒരു പേരുള്ളൂ, പാലിയേക്കര. ടോളിൻ്റെ ഇവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ 2 വണ്ടി ബാക്ക് എടുത്ത് പോകണം. ഒരു ലൈനിലെ ഒരു വണ്ടിയുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം തന്നെ ആ ടോളിൻ്റെ ഇത് അടച്ചിട്ടേക്കുക. അപ്പോൾ പിന്നെ തിരക്കില്ലാത്ത കാരണം 2 വണ്ടികളും ബാക്ക് എടുത്ത് പോകാൻ പറ്റി. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ബാക്കിൽ തന്നെ ഇനി എപ്പോഴാണ് അത് തുറന്നുകൂടെ ആ സമയത്ത് പോകാൻ പറ്റും. നമുക്കങ്ങനെ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടോ ഹൈവേ അതോറിറ്റിയുടെ തന്നെ പേ ആൻഡ് യൂസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചു ഇത് ഹൈവേയുടെ ഇല്ല, അപ്പോൾ ഇതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഹൈവേക്കാർ ഇന്ന് ടെൻഡർ എടുത്തിട്ട് ഇവർ നടത്തുന്നതാണ്. ഇവിടെ നമ്മൾ ബാത്റൂമിൽ പോകണമെങ്കിൽ ഇതിന് പോകണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തി ഉണ്ടാവും. സംഭവം മറ്റവരെ പോലെ ഇങ്ങനെ തല്ലിപ്പൊളിയായിട്ട് കിടക്കാവില്ല. സംഭവം ഇങ്ങനെ ആണെങ്കിൽ ഇതാണ് കേട്ടോ നല്ലത്. കാരണം ഒരാൾ നിന്നിട്ട് 5 രൂപ കൊടുത്തിട്ട് ഇതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോളിൻ്റെ ഇതിന് പൈസ ഒന്നും കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അത് എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊട്ട് അറിയില്ല. ഈ പാലിയേക്കര ടോൾ പ്ലാസയുടെ അടുത്ത് കുറച്ച് നേരം നിന്നപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്നറിയോ? എല്ലാ ജനങ്ങൾക്കും
എന്താ പറയുക, നിയമങ്ങളെ പേടിയാണ്. നിയമങ്ങളെ പേടിച്ച് തന്നെ വേണം ജീവിക്കാൻ, അത് കറക്റ്റാണ്. പക്ഷെ ജനങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ മാത്രമാണ് നമ്മൾ പാസ്സാക്കണുള്ളൂ. അല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളില്ലേ, അത് ഒരു സംഭവം പാലിക്കണില്ല. ഇപ്പൊ ടോയ്ലറ്റോ കാര്യങ്ങളോ വേറെ യാതൊന്നുമില്ല. പക്ഷെ വണ്ടി ബാക്ക് എടുത്ത് കൊടുക്കണമെങ്കിൽ ബാക്ക് എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ഫെസിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളത് അംഗീകരിച്ചു. എന്താ പറയുക, നമുക്കുള്ള സംഭവങ്ങളൊന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത് കടമകളൊക്കെ ചെയ്യണം. അങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം പിന്നെ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ വണ്ടിയുടെ ബുക്കും പേപ്പറും കിട്ടാതെയായിട്ട് ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഈ വണ്ടിയുടെ ബുക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല, മറ്റേ വണ്ടിയുടെ ബുക്കും ഇതേവരെ കിട്ടിയിട്ടില്ല. എന്തെന്ന് ഇതിനൊക്കെ നമ്മൾ സമാധാനം പറയാം. പക്ഷെ റോട്ടിൽ കൂടെ പോണ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഫുള്ള് കർശന കാര്യങ്ങളാണ്. ഒരു അടിമുടി അങ്ങോട്ട് മാറാൻ പാടില്ല. പക്ഷെ ഇത് കാണിക്കാൻ വലുതും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം, നാടിൻ്റെ ഒരു ഗുണം ആയി ഇപ്പം നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അടിപൊളിയാണ്. നല്ല മഴക്കാറ് ഉരുണ്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. നോക്കിയേ എൻ്റെ പൊന്നെ, ചെന്നിറങ്ങുമ്പോഴേക്കും നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പണിതില്ലെന്ന് നോക്കിയിട്ട് സർവീസ് സെൻ്ററിൽ ഒന്ന് കയറിയിട്ട് പോവാം. എന്തായാലും വന്നത് നന്നായി, കാര്യങ്ങൾ അറിയാൻ പറ്റി. തൊട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരക്ക് അതേമാതിരി തിരക്കൊക്കെ. എത്ര വണ്ടിയാണ് നോക്കി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടീനേക്കാളും മുന്നേ വന്നിട്ടുള്ള വണ്ടികളാകുമ്പോൾ എന്തായാലും അത് പണിത് തീർത്തിട്ടല്ലേ നമ്മുടെ പണിക്ക് കയറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോൾ നാളെ തുടങ്ങുമെന്ന് വിചാരിക്കാം. ഇന്നിപ്പോൾ ഏതെങ്കിലും വണ്ടികളൊക്കെ ഇറങ്ങി പോവുകയാണെങ്കിൽ നാളെ തന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. എന്തായാലും ഉള്ളിൽ കയറി ഒന്ന് ചോദിച്ചിട്ട് പോവാം. നമ്മുടെ വണ്ടിയൊക്കെ കിടന്ന് സ്പോട്ടിൽ തന്നെ കിടക്കുന്നുണ്ട്, മാറിയിട്ടില്ല. കണ്ടോ, വണ്ടിയുടെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ സംഭവം നോക്കിയപ്പോൾ ടാഗും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. കാരണം ഇവർ ഓടിച്ച് നോക്കാൻ പോകുന്ന സമയത്തേ ടാഗൊക്കെ വേണമല്ലോ. അപ്പോൾ വെയിറ്റിംഗ് ഫോർ റിപ്പയർ എന്നുള്ള ടാഗൊക്കെ അടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വെയിറ്റിംഗ് തന്നെയാണ് നമ്മൾ. ഇപ്പോൾ നിലവിൽ നമ്മളുടെ വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ അതേ തൊട്ടിപ്പുറത്ത് വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. അതെത്ര വീലാ? 2, 4, 4, 6, 7, 14 വീല് അങ്ങനെ വണ്ടി ഇറങ്ങണ്ടല്ലേ. 14 വീല് ഇറങ്ങണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ ഒരു ട്രെയിലറിൻ്റെ മറ്റേ ഇത് മാത്രം കിടക്കുന്നുണ്ട്. ഇത് കല്യാൺ സിൽക്സിൻ്റെ വണ്ടി കേട്ടോ, ഭാരത് ബെൻസ്. ഞാൻ ഈ വണ്ടി കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ടിട്ടില്ല. ആകെ അജ്മീയുടെ പുട്ടുപൊടിയുടെ വണ്ടി മാത്രമേ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ. നല്ല അടിപൊളി വണ്ടി കേട്ടോ. നോക്കി ഫുള്ള് റെഡ് കളറൊക്കെ അടിച്ച് എന്തോ ഒരു ലുക്ക് നോക്കിയ വണ്ടിയുടെ, അടിപൊളിയായിട്ടുണ്ട്. ആ ഹൈറ്റ് മുകളിലേക്ക് വന്നപ്പോഴേ ഫോറിൻ വണ്ടിയുടെ ലുക്കായി, സൂപ്പറായി. എന്തായാലും നമ്മുടെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ വന്നപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ അത് കാരണം ഈ വണ്ടി കണ്ടപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വന്നതാണ് മെയിനായിട്ട് നോക്കാനായിട്ട്. അത് ലുക്കായിട്ട് കേട്ടോ എന്തായാലും. അങ്ങനെ നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടോ. സമയം 6:30 കഴിഞ്ഞു. അടുത്ത ഷിഫ്റ്റിൻ്റെ ചേട്ടന്മാർ വന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് ആണ് രാത്രിയും ഇവർ പണിയുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മുടക്കമായതുകൊണ്ട് തന്നെ വണ്ടികൾ കണ്ടമാർ പെൻഡിങ് ആയതുകൊണ്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലും ഷിഫ്റ്റ് നിർത്തി അർജൻറ്റ് വണ്ടികളൊക്കെ തീർക്കുകയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഉപകാരമാണ്. അപ്പോൾ ഇന്നെന്തായാലും ഗിയർ ബോക്സ് ഫുള്ള് അയച്ച് താഴെ ഇറക്കും എന്നാണ് പറഞ്ഞേക്കണേ. ഇന്ന് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെയാവും ഫുള്ള് പാർട്സാക്കി തിരിച്ചെല്ലാം വാഷ് ചെയ്തതിന് ശേഷം വേണം എന്തൊക്കെ സാധനങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം ഗിയർ ബോക്സ് ഇറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പണിയുണ്ട്. സാധാരണ എന്താ പറയുക, വെറുതെ അയച്ച് താഴ്ത്തേക്ക് ഇടുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഊരി എടുക്കണതല്ല. ഇത് മറ്റു സംഭവത്തിലൊക്കെ വെച്ച് പൊക്കി നല്ല വെയിറ്റുള്ളൊരു ഇതായതുകൊണ്ട് തന്നെ ഊരിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ക്ലച്ച് മാറ്റുന്ന സമയത്ത് ഇതൊക്കെ ഊരിയിട്ടുള്ളത് കൊണ്ട് കുറച്ച് എളുപ്പമുണ്ട്, സംഭവം വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അയച്ചിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ ബോൾട്ട് അയക്കാൻ കിട്ടായിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും 3 പേര് ഇതേപ്പുറത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നെറ്റ് ബോൾട്ട് അയക്കലൊക്കെ ഹൈഡ്രോളിക്കലായ കാരണം സംഭവം അധികം സമയമൊന്നും വേണ്ട. ഓരോന്ന് എന്താ പറയുക, നമ്മൾ മറ്റേ വീൽ സ്പാൻഡർ വെച്ചിട്ട് അയക്കുന്ന പോലെ നമ്മുടെ ഹൈഡ്രോളിക്കൽ അയക്കില്ല, അതേപോലെ ചടപടാന്ന് പറഞ്ഞിട്ട് അയക്കാനായിട്ട് പറ്റും. അങ്ങനൊരു ഗുണമുണ്ട്. അതിന് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ എന്തായാലും ഈ ക്യാബിൻ ആദ്യം മറച്ചിടുമായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ആയിരിക്കും അഴിക്കുക. ക്യാബിൻ മറച്ച് കഴിഞ്ഞാലാണ് സുഖമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഊരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മറച്ചിട്ടിട്ടാണ് ക്ലിയർ ആക്കുക. ഇത് ഊരാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കണക്കനുസരിച്ച് 1 മണിക്കൂറുണ്ടെങ്കിൽ സംഭവം എല്ലാം ഊരിയെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എല്ലാം മെഷീനറി അല്ലേ, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയും. അയച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി അത് നിലത്ത് അയച്ചു വെച്ച് കഴിഞ്ഞാൽ പാർട്സ് ആക്കുന്നതൊക്കെ മിക്കവാറും നാളെ ആവും ചാൻസ്. ഇത് കണ്ടില്ലേ വണ്ടിയുടെ ഹൗസിങ് കാര്യങ്ങളൊക്കെ കിടക്കണുണ്ടോ? ഇതാണ് ഒരു വണ്ടിയുടെ ഹൗസിങ് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഉണ്ടോ, അയച്ചിട്ടുള്ളതൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല. ഭാരത് ബെൻസിൻ്റെ കിടക്കണം, ക്രൗണ്, പിനിയന്, എല്ലാ സംഭവങ്ങളും കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഗിയർ ബോക്സ് ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റെപ്പിനി ഉണ്ടല്ലോ, സ്റ്റെപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊരി മാറ്റുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ അടിയിക്കണം അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പൊക്കാനുള്ള സൗകര്യം കാര്യത്തിൽ പൊക്കിയിട്ടല്ലല്ലോ ചെയ്യണത്. അത് പിന്നെ ഇറക്കാൻ അടിയുടെ ഗ്യാപ്പ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ അയച്ചിട്ട്
എനിക്ക് അജീഷ് പായയും സാധനങ്ങളൊക്കെ ഉള്ളിലിടുന്ന പായൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടയറും സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം, സ്റ്റെപ്പിനെ അഴിച്ച് മാറ്റിയിട്ടിട്ട് വേണം ആ വഴിക്കിനി അഴിച്ച് ഇറക്കാനായിട്ട്. എന്തായാലും 3-4 പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പടപടയെന്ന് പറഞ്ഞിട്ട് അഴിച്ച് സംഭവം സെറ്റ് ചെയ്യേണ്ട കേട്ടോ. ആ സ്റ്റെപ്പിനി അവിടുന്ന് മാറിയപ്പോൾ തന്നെ കണ്ട സ്ഥലം ഇഷ്ടം പോലെ. കാരണം അടിയിക്കട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിനുള്ള കാരണം ഉള്ളിലേക്ക് കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവിടുന്ന് മാറിയപ്പോൾ തന്നെ ഒരുപാട് സ്ഥലമായി. ഇപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും അഴിക്കാനൊക്കെ കുറച്ച് എളുപ്പമുണ്ടാവും. അത് തന്നെ അഴിച്ചെടുക്കണ സാധനമായാലും സ്പാൻഡർ മേടിക്കാനും ഉള്ളിൽ നിന്നിട്ട് എന്തെങ്കിലും സൗകര്യത്തിന് ഇത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തടസ്സമാണ്. അപ്പോൾ ഊരി ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. അപ്പോൾ അത് ഊരി മാറ്റി. ഇനിയിപ്പോൾ എന്തായാലും അഴിക്കൽ തുടങ്ങി കഴിഞ്ഞിട്ട് അവർ ക്യാബിൻ പൊക്കി അവർ വർക്ക് തുടങ്ങി. ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഗിയറിൻ്റെ അവിടെ നിന്നുള്ള കണക്ഷനും അതേപോലെ ഇതൊക്കെ വീടിച്ചു. ഗിയർ ബോക്സിൻ്റെ അവിടെ അഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ അവിടുത്തെ ഇതൊക്കെ വീടിച്ചിട്ട് നെറ്റൊക്കെ വീടിച്ചു. ഇപ്പോൾ നേരെ ജോയിൻറ്റിൻ്റെ കണക്ഷൻ വീടിച്ചിട്ട് ജോയിൻറ്റ് വീടിയിട്ടാണ്. ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് വീടിച്ചു. ഗിയർ ബോക്സ് ആയിട്ടുള്ള ബന്ധം എല്ലാം വിച്ചു എന്ന് അറിയില്ലേ. ഇവിടെ അതുപോലെ തന്നെ എന്താ പറയുക, ഗിയർ ബോക്സിലേക്ക് വരുന്ന റാഡും സാധനങ്ങളൊക്കെ വിടിച്ചെടുത്തു. അപ്പോൾ ഇപ്പോൾ ഗിയർ ബോക്സ് സ്വന്തമാക്കി ഇനി അഴിച്ചെടുത്ത് പുറത്തേക്ക് ഊരി എടുത്ത് ആ മെഷീനിൽ വെച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് എടുത്തിട്ട് ഇനി പുറത്ത് കൊണ്ടിട്ട് വേണം, ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ഇനി അഴിച്ച് ക്ലിയർ ആക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് നിൽക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഇന്നിപ്പോൾ എന്തായാലും ആ വക പരിപാടി ചെയ്തത് ഊരി എടുക്കൽ മാത്രമാണ് ഇന്ന് ഉണ്ടാവുള്ളൂ. ക്ലച്ചിൻ്റെ ബൂസ്റ്റർ അങ്ങനെ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ എല്ലാ നെറ്റ് വോൾട്ടുകളും സാധനങ്ങളൊക്കെ ഊരിയിട്ടാണ്. അതുപോലെ സെൻസറിൻ്റെ വയറ് പിടിച്ചു, ക്ലച്ചിൻ്റെ ബൂസ്റ്റ് പിടിച്ചു, നമ്മുടെ എല്ലാ സാധനങ്ങളിലൊക്കെ എല്ലാം പിടിച്ചു. ഫൗണ്ടേഷൻ്റെ ഇതും സംഭവങ്ങളൊക്കെ മൊത്തം അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇനി ഇറക്കാറായിട്ടാണ്. ഇറക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ക്ലച്ച് മാറിയ സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം അഴിച്ചതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ ഗിയർ ബോക്സ് അങ്ങനെ ഊരിയെടുത്തു. ഭാരത് ബെൻസിൻ്റെ ഗിയർ ബോക്സ് ഊരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സംഭവം കണ്ടു. എന്നിട്ട് അത്ര വലിപ്പമുണ്ട്. 6 ഗിയർ, 7 ഗിയറുള്ള ബോക്സ്. ഇത് തന്നെ എണ്ണം കൂടിയ 12 എണ്ണത്തിൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ട് അല്ലേ ഗിയർ. ഇതിൻ്റെ ഇരട്ടി ഉണ്ടോ? ടിപ്പറിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഉണ്ടോ? 9. ഇത് 6 7 എണ്ണം. 6 1 7 എണ്ണം റിവേഴ്സ് അടക്കാം. സംഭവം അതുകൊണ്ട് ലേശം ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം വലിപ്പം ഉണ്ടാവുന്നല്ലേ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഇനി നാളെ പീസാക്കലുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഉള്ളുവശകടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ പല്ലുകൾക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുവരേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പ്രശ്നമില്ല നിലവിൽ. അപ്പോൾ ഇത് കരിയായിട്ടിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അഴിക്കലും കാര്യങ്ങളൊക്കെ നാളെ ആണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നാളെ രാവിലെ വരാം എങ്ങനെയൊക്കെയാണ് പണികൾ എന്നുള്ളത് നോക്കാനായിട്ട്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ പറയുന്നത് വീഡിയോയിലൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സംഭവം ഇത് പുതിയ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.